ഹലോ മക്കളെ, വെൽക്കം ടു ജിമോട്ട് അഗൈൻ. ദിസ് ഈസ് മീ മാസിൻ. നമ്മൾ ജോഗ്രഫിയുടെ മറ്റൊരു സൂപ്പർ സെഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് എന്താ ചെയ്യാണെന്ന് അറിയോ? ഇന്ന് ഈ സ്പെഷ്യൽ വീഡിയോയ്ക്ക് അത് നമ്മൾ നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ദ എസ്സേസ് ആൻഡ് ഷോർട്ട് എസ്സേ പ്രെഡിക്ഷൻ സെഷൻ. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്? ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കണം, ഉറപ്പിച്ച് പഠിച്ചിരിക്കണം, പൂർണ്ണമായിട്ട് പഠിച്ചിരിക്കണം എന്ന് മാസിൻ സാറിന് ഉറപ്പുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാണ്. അതിൻ്റെ ഉത്തരമടക്കം ഞാൻ ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ട്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ മാത്രമല്ല, ചോദ്യങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതണം, എന്തെല്ലാം പോയിന്റ്സ് അതിനകത്ത് വരണമെന്ന് വരെ ഞാൻ പറയുന്നുണ്ട്. സോ 2 വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യത്തെ വീഡിയോ ആണത്. ഇത് നിങ്ങൾ കണ്ടിട്ട് നേരെ താഴെ അടുത്ത വീഡിയോ കൂടെ വരുന്നുണ്ടാവും. സോ അപ്പോഴും നിങ്ങളത് കാണാൻ മറക്കരുത്. അത് വരുമ്പോൾ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അതേപോലെ ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എനേബിൾ ചെയ്തിട്ട് എന്നാൽ പരീക്ഷന് മുന്നേ എപ്പോഴാണോ നമ്മുടെ സെക്കൻഡ് വീഡിയോ വരുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് കൂടാതെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണും എന്നുറപ്പുള്ള കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോയും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ദെൻ മാപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടിപ്സ് പറയുന്ന ഒരു വീഡിയോ വരാനുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. സോ അതിനൊക്കെ വേണം നിങ്ങൾ അത് അറിഞ്ഞിരിക്കുക. ഇവിടെ വരുന്ന കാര്യം, ഇവിടെ എത്തിയ കാര്യം നിങ്ങൾ അറിയൽ അത് വളരെ അനിവാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. +1 ഈ ഒരു എക്സാം നമ്മൾ തകർക്കാൻ പോവുകയാണ്. അപ്പോൾ ഡോണ്ട് വറി, നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്താണ് നോക്കുന്നത്? എസ്സേസ് ആൻഡ് ഷോർട്ട് എസ്സേസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേസും ഷോർട്ട് എസ്സേസും പഠിക്കുമ്പോൾ നമുക്ക് അറിയാം അത്യാവശ്യം കുറച്ച് നമ്മൾ എഴുതേണ്ടി വരും. നമുക്ക് കൂടുതൽ മാർക്കിന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് 60 മാർക്കിൻ്റെ പരീക്ഷ. അപ്പം നമുക്ക് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്ക് 5 മാർക്ക് ലെവലിൽ ആയിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരിക. പാറ്റേണുകളൊന്നും മാറിയിട്ടില്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും വരിക. സോ നമ്മൾ ആ ഒരു ലെവലിൽ എഴുതാനുള്ള പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ജോഗ്രഫിയുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാൻ ഉറപ്പുള്ള എസ്സേ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഷോർട്ട് എസ്സേയിലും ചോദിക്കാം, പക്ഷേ എസ്സേക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. എന്താണ് ചോദ്യം? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ദ ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി കേട്ടിട്ടുണ്ടല്ലോ? ദ ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറിയെ കുറിച്ചൊരു ചോദ്യം മസ്റ്റായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതും എസ്സേയിൽ തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ബിഗ് ബാങ് തിയറി ഈസ് ദ മോസ്റ്റ് accepted hypothesis on the origin of the universe. ലോകത്ത് ഈ പ്രപഞ്ച രൂപീകരണത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് ശാസ്ത്രജ്ഞർ അത് അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്. ഒരുപാട് തിയറീസ് ഉണ്ട്, നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ? നെബുലാർ ഹൈപ്പോത്തിസിസ്, ബൈനറി സ്റ്റാർ തിയറി, ഇങ്ങനെ ഒരുപാട് തിയറികളുണ്ട്. ഈ തിയറികളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലേറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പരിഗണിക്കുന്ന ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതുകൊണ്ട് തന്നെ ഈ തിയറി പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയുന്നത് കൂടുതൽ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, മഹാവിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കാരണങ്ങൾ പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഇനി ചോദ്യം വരികയാണ്. ആദ്യത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം ദ സ്കോളർ ഹു പോസ്റ്റുലേറ്റ് ദിസ് ഹൈപ്പോത്തസിസ്. ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച ചിന്തകൻ ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ സ്കോളർ ആരാണ് എന്ന ചോദ്യമാണ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും എന്നുള്ളതാണ്. കണ്ടോ, നോക്കൂ, ഈ ഒരു പേര് എഴുതുന്നതോടുകൂടെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതിന് രണ്ടാമതൊരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ചോദ്യമായിരിക്കും. റൈറ്റ് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ്. നോക്കൂ, സ്റ്റേജസ്, പ്രപഞ്ച വികസനത്തിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സ്. ഈ ഒരു പ്രപഞ്ച വികാസവുമായി ബന്ധപ്പെട്ട് ബിഗ് ബാങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച 3 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? എത്ര ഘട്ടം എന്ന് പറഞ്ഞിട്ടില്ല, ആ ഘട്ടങ്ങൾ ഏതാ എന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ മനസ്സിലാക്കി വെക്കേണ്ടത് 3 ഘട്ടങ്ങളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ആ 3 ഘട്ടങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരും. അത് 3 ഘട്ടങ്ങളും എന്താണെന്ന് വൃത്തിക്ക് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് ബാക്കി 3 മാർക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ഇവിടെ 3 മാർക്ക് കിട്ടുകയും ചെയ്യും. ഈ 3 മാർക്കും ഈ 1 മാർക്കും ടോട്ടൽ 4 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ. റെഡിയല്ലേ?
ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയെങ്കിൽ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക, നമ്മൾ ഉറപ്പിക്കുക, അത് തന്നെയാണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ആരാണ് ചിന്തകൻ എന്നാണ് ചോദ്യം. ആരാണ്? എഡ്വിൻ ഹബിൾ ആണ്. എഡ്വിൻ ഹബിൾ ആണ് ആര് എന്തുകൊണ്ട് വന്നത്? ഈ ഒരു തിയറി കൊണ്ടുവന്നത്, ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നത്. ദെൻ അതിലെ 3 ഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഓൾ മാറ്റർ ദാറ്റ് ഫോംഡ് ദ യൂണിവേഴ്സ് എക്സിസ്റ്റഡ് ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് എ tiny ball. It had an unimaginably small volume, infinite temperature and infinite ഡൈവേഴ്സിറ്റി. നോക്കൂ, അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആദ്യത്തെ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും ഒരു ചെറിയ പന്ത് പോലെ കാണപ്പെട്ട, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ടൈനി ബോൾ പോലെ, ഒരു ചെറിയ പന്ത് പോലെ കാണപ്പെട്ട ഒരു ഘട്ടമായിരുന്നത്, ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്തൊരു ഘട്ടമായിരുന്നു ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയോ? നമുക്ക് ഊഹിക്കാൻ പോലും വയ്യാത്തത്ര ചെറുതായിരുന്ന ഒരു പന്ത് പോലെയായിരുന്നത്, വളരെ ചെറുതായൊരു പന്ത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന അത്ര ചെറിയ, കാണാനില്ലാത്ത ഒരു കണികയോളം, ഒരു ആറ്റത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ല, ഒരു ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം, അത്ര ചെറിയൊരു കണിക മാത്രമായിരുന്നു ഈ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അനന്തമായ താപവും അനന്തമായ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ ഒരു ആറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈനി ബോൾ എന്ന് പറയുന്നത്. ആ കുഞ്ഞു പന്ത് എന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോൾ ഒന്നും സങ്കല്പിക്കരുത്. ഒരു ചെറിയൊരു കടുകുമണിയേക്കാൾ ചെറിയൊരു ആറ്റത്തെ സങ്കല്പിക്കുക, അതിനാണ് ആ പന്തെന്ന് പറഞ്ഞത്. ഓക്കെ, ആ ഒരു ചെറിയ ടൈനി ബോൾ പോലെ ഒരു ചെറിയ കണിക അവിടെ ഉണ്ടാവുന്നു. നമ്മൾക്ക് കാണാൻ പോലും കഴിയാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചെറിയൊരു കണിക. അതിന് അനന്തമായ താപമുണ്ട്, വലിയ ചൂടുള്ള ഒരു ചെറിയ പന്തായിരുന്നു നമ്മുടെ ഈ പ്രപഞ്ചം. ഭൂമിയല്ല, ഈ ഒരു പ്രപഞ്ചം, ഒരു യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. സോ അതാണ് ആ ഒരു ടൈനി ബോൾ എന്ന് പറയുന്നത്. അതായിരുന്നു ഒന്നാമത്തെ ഘട്ടം, നമ്മുടെ പ്രപഞ്ച രൂപീകരണത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം. ഈ ഒരു ടൈനി ബോളിന് സംഭവിക്കുന്ന മാറ്റമാണ് രണ്ടാമത്തെ ഘട്ടം. എന്തായിരുന്നു അവിടെ സംഭവിച്ച മാറ്റം? There have a change when the big explosion, അവിടെ ഒരു ബിഗ് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ടൈനി ബോൾ, ആ ഒരു ടൈനി ബോളിനകത്ത് ഒരു ബിഗ് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. exploded violently causing huge expansion. നോക്കൂ, എന്തിനും കാരണമായി? ഒരു ഹ്യൂജ് എക്സ്പാൻഷനും കാരണമായി. എന്താ സംഭവിച്ചത്? ഒരു വലിയ വിസ്ഫോടനം നടന്നു. ദാറ്റ്സ് കോൾഡ് ബിഗ് ബാങ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിഗ് ബാങ് എന്ന് വിളിക്കുന്നത്. വലിയ പൊട്ടിത്തെറി നടന്നു. ആ ചെറിയ പന്ത് ചൂട് കൂടി ഒരു വലിയ പൊട്ടിത്തെറി അവിടെ നടന്നു. ആ പൊട്ടിത്തെറി നടന്നതിനെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ചെറിയ പന്ത് അത്യുഗ്രമായി പൊട്ടിത്തെറിച്ചു, അതിഭീമമായിട്ട് അത് വികസിക്കുകയും ചെയ്തു. നോക്ക്, ബിഗ് ബാങ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ തിയറി എന്ന് നമ്മൾ ഇതിനെ വിളിക്കുക, അല്ലേ? നമ്മളെ പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ തിയറി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അത് വിളിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതിഭീമമായിട്ട് ആ ചെറിയ പന്ത് വികസിച്ചു വലുതായി. മനസ്സിലായോ? ഭീമമായിട്ട് വലുതായി ആ ഒരു ടൈനി ബോൾ. ആ ഒരു ബോള് വികസിക്കുന്ന ഘട്ടമായിരുന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ദ ബിഗ് എക്സ്പ്ലോഷൻ ഈസ് സപ്പോസ് ടു ഹാവ് ടേക്കൻ പ്ലേസ് 13.7 ബില്യൺ ഇയേഴ്സ് അഗോ. ഇത് എന്ന് സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നതെന്നറിയോ? ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ട് ഏറെക്കുറെ ഇന്ന് മുതൽ കണക്കാക്കുകയാണെങ്കിൽ 1300.7 കോടി വർഷം, 13.7 ബില്യൺ ഇയേഴ്സ്. ആ ഒരു കാലഘട്ടം കൂടെ ഓർത്തു വെക്കുക. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സ്ഫോടനമാണിതെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു സ്ഫോടനത്തിലാണ് പ്രപഞ്ച രൂപീകരണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം നടന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അന്ന് തുടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ വികസനം, ആ ഒരു ഡെവലപ്മെൻ്റാണ്, ആ ഒരു എക്സ്പാൻഷനാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ഇവൻ ടുഡേ. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അന്ന് പൊട്ടിത്തെറിച്ചിട്ട് ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയല്ല. വി ആർ എക്സ്പാൻഡിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രപഞ്ചം തമ്മിലുള്ള ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പാൻഷൻ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടം ആരംഭിച്ചത് ഏറെക്കുറെ 13.7
ബില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്നും ഓർത്തു വെക്കുക. ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചല്ലോ, രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ചുള്ള പോയിന്റ്. ഇനി some of the energy was converted into matter. കുറച്ച് എനർജികൾ മാറ്ററായിട്ട് ദ്രവ്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് കടന്നു ചെന്നു. ഇതൊക്കെ എക്സ്പാൻഷൻ്റെ ഘട്ടം തന്നെയാണ് കേട്ടോ. ഊർജ്ജം എന്തായി? ദ്രവ്യമായിട്ട് മാറ്റപ്പെട്ട ഘട്ടമായിരുന്നു സംഭവിച്ചത്. സ്ഫോടനം നടന്ന നിമിഷാർദ്ധം കൊണ്ട് അതിത്വരിതമായി വികസനം ആരംഭിച്ചു. സെക്കൻഡ്സിനുള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആ ഒരു പൊട്ടിത്തെറി, ബിഗ് എക്സ്പാൻഷൻ നടന്നിട്ട്, ആ ഒരു ബിഗ് ബാങ് നടന്നിട്ട് ജസ്റ്റ് 3 സെക്കൻഡിനുള്ളിലാണ് അത്രേ ഈ കണ്ട പ്രപഞ്ചം മുഴുവൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ 1 സെക്കൻഡിനുള്ളിലൊക്കെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത്രയും വലിയ മാറ്റങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത്രയും വലിയൊരു ചേഞ്ച് ഈ ബിഗ് ബാങ്ങിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഷൻ സ്ലോ ഡൗൺ. പിന്നീട് എന്ത് ചെയ്തു? ഈ പ്രോസസ്സ് കുറഞ്ഞു വന്നു, പ്രോസസ്സിൻ്റെ വേഗത കുറഞ്ഞു വന്നു. ആ പൊട്ടിത്തെറി, ബോംബൊക്കെ അങ്ങനെയല്ലേ, ബോംബ് പൊട്ടുന്ന സമയത്ത് ശക്തമായിട്ട് അങ്ങ് പൊട്ടും, പിന്നെ അതേപോലെ പൊട്ടിക്കൊണ്ടുപോകുമോ? നോ, പിന്നെ എന്ത് തീരും? പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതിൻ്റെ ചൂട് മാത്രം വ്യാപിച്ചു അതിൻ്റെ പൊടിപടലങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? അന്തരീക്ഷത്തിൽ ഉണ്ടാവുക. സോ അതേപോലെ തന്നെ ഈ ബിഗ് എക്സ്പ്ലോഷൻ നടന്ന് പിന്നെ എന്ത് ചെയ്തു? അത് സ്ലോ ഡൗൺ ആയിട്ട് വന്നു. വിത്തിൻ 3 minutes ഓഫ് ബിഗ് ബാങ് ദ ഫസ്റ്റ് ആറ്റം സ്റ്റാർട്ടഡ് ടേക്ക് ഷേപ്പ്. ആ 3 മിനിറ്റിന് ശേഷം, ആദ്യത്തെ 3 മിനിറ്റിന് ശേഷം എന്ത് ചെയ്തു? ആ ഒരു ഫസ്റ്റ് ആറ്റം, ആദ്യത്തെ ആറ്റം രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആറ്റത്തെക്കാൾ ചെറുതായി, നിങ്ങൾക്ക് ആറ്റം സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടാവും. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ കെമിസ്ട്രി പഠിച്ചവരാ. വളരെ ചെറിയൊരു മോളിക്യൂളാണ് ഒരു ആറ്റം എന്ന് പറയുന്നത്. ഒരു മോളിക്യൂളിൻ്റെയും ചെറിയൊരു ഭാഗമാണെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. ആ ആറ്റത്തേക്കാൾ ചെറുതായിരുന്ന ഒരു ടൈനി ബോളിൽ നിന്നാണ്, ഒരു ചെറിയ പന്തിൽ നിന്നാണ്, ഒരു ചെറിയ കഷ്ണത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രപഞ്ചം രൂപീകരിക്കപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ എത്ര വലിയൊരു സംഭവമാണ് അവിടെ സംഭവിച്ചത് അല്ലേ? ദെൻ പിന്നീട് 3ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇറ്റ് ഈസ് ദ സ്റ്റേജ് 3. ഘട്ടം 3. 3ാമത്തെ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? 3ാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്നത് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം. ഒറ്റ 10 10,000 അല്ല, ഒറ്റ 10 100 1000 10,000 ലക്ഷം. ഓക്കെ, 3 ലക്ഷം. യെസ്, 3 lakhs. ഓക്കെ, 3 lakhs. 3 lakhs years after the explosion, temperature dropped down to 4,500 Kelvin. നോക്കൂ, അതിശക്തമായ ചൂടിലാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. വളരെ വലിയ ചൂടായിരുന്നു അത്രയും കാലം. 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ആ പ്രോസസ്സ് നടന്ന്, ബിഗ് ബാങ് നടന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് 3ാമത്തെ ഘട്ടം സംഭവിക്കുന്നത്. 3ാമത്തെ ഘട്ടം സംഭവിക്കുന്നത് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം. എന്തായിരുന്നു അവിടുത്തെ പ്രത്യേകത? ആ ബിഗ് ബാങ് നടന്നതിന് ശേഷം അവിടുത്തെ ടെമ്പറേച്ചർ ആ ഒരു ലെവലിൽ നിന്ന് 4500 കെൽവിനായിട്ട് താഴ്ന്നു വന്നൊരു ഘട്ടമായിരുന്നു 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ദീസ് ആർ ദ 3 stages of big explosion theory, big bang theory, എഡ്വിൻ ഹബിളിൻ്റെ ബിഗ് ബാങ് തിയറി. ആൻഡ് ദ യൂണിവേഴ്സ് ബിക്കെയിം ട്രാൻസ്പെറൻറ്റ്. അതോടുകൂടെ എന്തായി? യൂണിവേഴ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയി, വളരെ സുതാര്യമായ ഒരു ഭാഗമായിട്ട് നമ്മുടെ പ്രപഞ്ചം മാറി എന്നുള്ളതുമാണ്. ഓക്കെ, സ്ഫോടനം നടന്ന് 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് താപം ആ 4500 കെൽവിനിലേക്ക് താഴ്ന്നു വന്നത് എന്ന 3ാമത്തെ സ്റ്റേജിനെയും ഓർത്ത് വെക്കുക. ദീസ് ആർ ദ 3 stages. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ആസ് എ നാച്ചുറൽ ഹസാർഡ്, ഒരു പ്രകൃതി ദുരന്തം എന്നുള്ള നിലയ്ക്ക് earthquake cause many effects. ഒരുപാട് എഫക്ട്സ് ഉണ്ട് earthquake കുറിച്ചാണ് ചാപ്റ്റർ. നമ്മുടെ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ്, earthquake ഒരുപാട് എഫക്റ്റ് ഉണ്ട്. മെൻഷൻ എ ഫ്യൂ ഹസാർഡസ് എഫക്ട്സ് ഓഫ് ആൻ earthquake. കുറച്ച് ഹസാർഡസ് ആയിട്ടുള്ള എഫക്ട്സിനെ കുറിച്ചാണ് നമ്മളോട് എന്ത് ചെയ്തത്? ചോദിച്ചിരിക്കുന്നത്. കുറച്ചെണ്ണം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹാവ് എ ക്വസ്റ്റ്യൻ മാർക്ക് 4 marks. കേട്ടോ, ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒരു essay ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ earthquakeന്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. സോ earthquakeന്റെ എഫക്ട്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. കാരണം ഇത് ഷോർട്ട് essay ആയിട്ടും ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് essay ആയിട്ടും ചോദിക്കാം. അപ്പോൾ അത് അനിവാര്യമാണ്, പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. സോ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഒരു earthquake ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. Earthquakes produce other hazardous effects also. Some of them are, കുറച്ചെണ്ണം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? One is ground shaking. ഒന്ന്
നിലം കുലുങ്ങുക എന്നൊരു പ്രോസസ്സ് അല്ലേ, അതാണല്ലോ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്, നിലമൊക്കെ കുലുങ്ങി പോകുന്ന ഒരു പ്രോസസ്സ്. ദെൻ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെന്റ്, വ്യത്യസ്തമായ രീതിയിൽ നിലം ഉറച്ചു പോകുന്ന സാധ്യതകൾ. കാരണം മണ്ണ് ഇളകിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാകുന്ന സ്ട്രക്ചർ ഒന്നല്ലാതെ പുതിയ രീതിയിലൊക്കെ നിലം അങ്ങ് ഉറച്ചു പോയി പുതിയ സ്ട്രക്ചർ രൂപപ്പെടുന്ന ഒരു ഘട്ടമൊക്കെ ഇവിടെ ഭൂകമ്പത്തിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടാവുക, മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാവുക. മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒരു പർവ്വത ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞു വരും, മലയൊക്കെ ഇടിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും. സോയിൽ ലിക്വിഫിക്കേഷൻ, അതായത് സോയിൽ മണ്ണിൻ്റെ ദ്രവീകരണം നടക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, മണ്ണിൻ്റെ ദ്രവീകരണം സോയില്. അതേപോലെ ഗ്രൗണ്ട് ലേർച്ചിങ്, നിലം ചെരിഞ്ഞു പോകുന്ന, അതായത് നോർമൽ ലെവലുണ്ടായിരുന്ന നിലത്തെ ആ ഭൂകമ്പം സംഭവിക്കുന്ന സമയത്ത് മണ്ണൊക്കെ പലതായിട്ട് ഒലിച്ചു പോയിട്ടോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, ആ നിലം ചെരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. കാരണം താഴ്ഭാഗത്ത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മണ്ണ് ഒലിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യും, ആ നിലം താഴേക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേപോലെ അവലാഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവലാഞ്ചസ് മഞ്ഞുമലകളിൽ നിന്നൊക്കെയാണെന്നുണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞുമലകളൊക്കെ ഇടിഞ്ഞു വീഴും. മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുന്ന മഞ്ഞുമലയിടിച്ചിൽ എന്ന പ്രോസസ്സ്, അവലാഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിലത്തിന്, നമ്മുടെ ഭൂമിക്ക് പലതരത്തിലുള്ള സ്ഥാനഭ്രംശങ്ങളും സംഭവിക്കും, സ്ഥാനമാറ്റങ്ങളും സംഭവിക്കും. ദെൻ ഫ്ലഡ്സ് ഫ്രം ഡാം ഫെയിലിയേഴ്സ്, ഡാമുകളൊക്കെ ഉള്ള പ്രദേശത്താണ് ഒരു ഭൂകമ്പം സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ആ ഡാം പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലം ഉണ്ടാകുന്ന ഫ്ലഡ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കും. ദെൻ ഫയേഴ്സ്, തീപിടുത്തമുണ്ടാകും. ബിൽഡിങ്ങുകളുടെയൊക്കെ ഷോർട്ട് സർക്യൂട്ട് മൂലമൊക്കെ ആയിട്ട് തീപിടുത്തങ്ങൾ ഉണ്ടാകും. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ കൊളാപ്സ്, പ്രതിമകൾ അങ്ങനെയൊക്കെ നമ്മൾ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള കെട്ടിടങ്ങളും നിർമ്മിതികളും ഒക്കെ എന്ത് ചെയ്യും, തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഫാളിങ് ഒബ്ജക്ട്സ്, നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാവും അല്ലേ, TV, ഫ്രിഡ്ജ്, പാത്രങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, താഴെ വീഴും. നമ്മൾ സുരക്ഷിതമായി വെച്ച പല കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അതൊക്കെ വീണ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതൊക്കെ കൊളാപ്സ് ആയി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ദെൻ ഏറ്റവും വലിയ മറ്റൊരു പ്രോബ്ലമാണ് കടലിനടിയിലാണ് ഭൂകമ്പം സംഭവിക്കുന്നത്, എർത്ത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സുനാമികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സുനാമി രൂപപ്പെട്ട് വലിയ ജയന്റ് വേവ്സ് കരയിലേക്ക് അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. സോ സുനാമികൾ രൂപപ്പെടുന്നതിനുള്ള സാധ്യത അവിടെയുണ്ട്. മക്കൾ എന്ത് ചെയ്യാം, അതിൻ്റെ പാർട്ട് 2 ഒക്കെ വരാനുണ്ട്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക, ഒക്കെ ചെയ്യട്ടോ. ഓക്കെ, ദെൻ പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. നോക്കൂ, ബ്രീഫ് നോട്ട്, ഒരു ബ്രീഫ് നോട്ട് കൊടുക്കുക. എന്തിനെ കുറിച്ചാണ് വേണ്ടത്, 3 ലെയേഴ്സ് ഓഫ് ദ എർത്ത്. ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇത്, ഭൂമിക്കുള്ളിലെ 3 പാളികളെക്കുറിച്ച്. ആ 3 പാളികളെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കണം. ആ 3 പാളികളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ഇതൊരു 3 മാർക്കിൻ്റെ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് ഇത് 4 മാർക്കിനും ചോദിച്ചേക്കാം. ഇത് 4 മാർക്കിനും ചോദിച്ചേക്കാം. ഷോർട്ട് എസ്സേ ആയിട്ടും essay ആയിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ സീരീസ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പോകുന്നു. അതിൽ 3 ലെയേഴ്സ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ക്രസ്റ്റാണ്, അറിയാലോ, ക്രസ്റ്റാണ്. നമ്മൾ ഈ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇമാജിനേഷൻ, ചെറിയൊരു പിക്ചറും കൂടെ അവിടെ വരച്ചു കൊടുക്കുക നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസറുകളിലേക്ക് നമ്മൾ പേപ്പർ നോക്കുന്നവരെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ആ ഒരു ലെയർ, 3 ലെയറും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാനും പറ്റും. സോ ആ ഒരു ഈ ലെയേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ക്രസ്റ്റാണ് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത് മാൻഡിലാണ്, മൂന്നാമത്തത് കോറാണ്. ഇങ്ങനെ 3 ലെയേഴ്സാണ് നമുക്കുള്ളത്. ആ 3 ലെയേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ക്രസ്റ്റാണ്. രണ്ടാമത് ഇവിടെ ഒരു മാൻഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അതേപോലെ ഇവിടെ കോറ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ലെയേഴ്സ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിയാലും സിമയും മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഔട്ടർ കോറും ഇന്നർ കോറും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിത് അറിയാമെന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു പ്ലാൻ നമുക്കവിടെ കൊടുക്കാനായി. ഓക്കെ, യെസ്. ഇതിന് നമുക്ക് 3 ലെയേഴ്സ് നമുക്കിവിടെ കാണാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതുമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോവുമായിട്ട്, മറ്റു കുറച്ച് ചോദ്യങ്ങളുമായിട്ട്, മറ്റ് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ദിസ് മീ മാസിൻ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.